ബി.ജെ.പിക്ക് ഇനി പുതിയ അമരക്കാരൻ. ശോഭാ സുരേന്ദ്രന്റെയോ എം.ടി. രമേശിനെയോ പ്രതീക്ഷിച്ച പ്രതിപക്ഷ പാർട്ടികൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പാർട്ടി അധ്യക്ഷന്റെ പേര് കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. വരുന്ന പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തമായി നയിക്കേണ്ടതുണ്ട്. ബി.ജെ.പി കേരളത്തിലെ തന്നെ അതിന്റെ ഏറ്റവും ശക്തമായ പ്രകടനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. 20% വോട്ട് ബേസുള്ള പാർട്ടിയായി മാറിയെങ്കിലും ഇതിൽ ഭൂരിപക്ഷ വോട്ടർമാരും പുതിയതായി ബി.ജെ.പി അനുകൂലികളായവരാണ്. ഇവരുടെ പിന്തുണ പിടിച്ചു നിർത്തുന്നതിനോടൊപ്പം തന്നെ പുതിയ വോട്ടർമാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കണം. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മാസ് ക്രൗഡ് പുള്ളറായ നേതാക്കന്മാരെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീക്ഷിച്ചിരുന്നത്. സ്വാഭാവികമായി ശോഭാ സുരേന്ദ്രന്റെയോ എം.ടി. രമേശിന്റെയോ അല്ലെങ്കിൽ കെ. സുരേന്ദ്രൻ തുടരുക എന്നതാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ബി.ജെ.പി ഒരുപാട് പരീക്ഷണങ്ങൾ നിറഞ്ഞൊരു പാർട്ടിയാണ്. ഗുജറാത്തിൽ വിജയ് രൂപാണിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയതും ഹരിയാനയിലെ പരീക്ഷണങ്ങളും രാഷ്ട്രീയ ഭാരതം അതിശയത്തോടെ കണ്ടതാണ്. കേരളത്തിലെ ഉൾപാർട്ടി പോരുകളും ഗ്രൂപ്പുകളുമാണ് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിന് തടയിടുന്നതിനോടൊപ്പം തന്നെ വലിയ വികസന കാഴ്ചപ്പാടുള്ള രാജീവിനെ കേരളം ഏറ്റെടുക്കുമെന്നും ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മതസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പറ്റുമെന്നുമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ.